അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 6 മണിയല്ല 5:05 ഒരു ഓട്ടം വന്നതാണ്. അപ്പോൾ രാവിലെ പുഴയിൽ ഇറങ്ങിയിട്ടൊന്ന് കുളിച്ചു, നമ്മുടെ കുന്തിപ്പുഴയിൽ. പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. പക്ഷേ രാവിലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ, രാവിലെ ഭയങ്കര എന്താ പറയുക, പിന്നെ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ പുഴയിൽ. അത്രയും ഭയങ്കര എന്താ പറയുക മോശം അവസ്ഥ. ആളുകളൊന്നുമില്ല, എന്നിരുന്നാലും ഭയങ്കര ദുർഗന്ധം. അതായത് എന്തോ ഉള്ളത് പറയണല്ലോ രാവിലെ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു എക്സൈറ്റഡ്. ഇനിയിപ്പോൾ അത് പണ്ട് കാലില്ല. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് നേരെ പോവാണ് നമ്മൾ. ഇനി നമ്മൾ ഇന്നലെ എന്താ ഒറ്റപ്പാലം പോയിട്ട്, ഇന്നലെ അല്ല കേട്ടോ ശരിക്കും അത് പോയത്, ശരിക്കും ഞായറാഴ്ച പോയതാണ്. ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏതൊരാൾക്കും സാങ്കേതിക മാത്രമല്ല എല്ലാത്തിലും ഇപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ഓരോ രീതിയിൽ ഇപ്പോൾ അത് എങ്ങനെ എപ്പോൾ വീഡിയോ ഇടണം, വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇരുന്നാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് സാഹചര്യം അങ്ങോട്ട് പറ്റുന്നില്ല. എന്തൊക്കെയോ എന്താ പറയുക, ഒരു കുറവ് പോലെ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്ന പോലെ. ഇപ്പോൾ രാവിലെ സമയം ഇപ്പോൾ 6:30 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വാഹനത്തിരക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഓരോ ആളുകൾ രാവിലെ 5:30 മണിക്കൊക്കെ പോകുന്നവരൊക്കെ അത്രയും ദൂരത്തേക്ക് പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ, ഞാൻ പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യം തന്നെ പറയാം, വാഹനത്തിൽ സ്പീഡ് പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഇപ്പോൾ വരുമ്പോൾ ഞാൻ കണ്ടു. അതേപോലെ ഒരു 6 മണിക്ക് അല്ല 5:30 5:45 കണ്ടു. പക്ഷേ നമ്മൾ പരമാവധി കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മളെ ആ കറക്റ്റ് സ്ഥലത്ത് എത്താം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലം കേട്ടോ, പണ്ടത്തെ കാലമല്ലല്ലോ. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുള്ളൂ. എന്നിരുന്നാലും ചെറിയൊരു എന്താ പറയുക, ഒരു മൂടൽ പോലെ. ഇനിയിപ്പോൾ ഓരോ സ്ഥലത്ത് എങ്ങനെയായിരുന്നൊന്നും അറിയില്ല, ഒരു മഴക്കാറ് മൂടിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. ഇനിയിപ്പോൾ എന്താവും എങ്ങനെയാവുന്നല്ല കേട്ടോ. ഓരോ ആൾക്കാർക്ക് ഓരോ കഥകൾ പറയാണ്ടാവും. കഥകൾ പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയില്ല. ഈ രാവിലെയും വൈകുന്നേരം, രാവിലെയാണ് കൂടുതലും ലോറിക്കാർ പോവാറ്. അപ്പോൾ ലോറി പോകുമ്പോൾ ഈ വലിയ വാഹനങ്ങളൊക്കെ അധികം പോലെ. അപ്പോൾ ഏകദേശം അതൊരു 9:30-10 മണി വരെ ഉണ്ടാവുന്ന തോന്നുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല കുറേ കണ്ടു. അതേപോലെ വൈകുന്നേരത്തും ഈ ലോറി പോണ് കാണാം. പിന്നെ അത് മാത്രമല്ല, ഈ റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുണ്ടാവും ഈ മദ്രസകൾ കാണാം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്രസകളിൽ പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ, റോഡ് എങ്ങനെയാണ് മുറിച്ച് കിടക്കാമെന്ന് അവർക്ക് അറിയില്ല. വാഹനങ്ങൾ നിർത്തി കൊടുക്കുകയൊന്നുമില്ല കേട്ടോ. അത് അത്രയും നല്ല ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ വരുന്ന ആൾക്കാർ എങ്ങനത്തെ ആളുകളാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ മദ്രസയിലെ അധ്യാപകർ അവർ ഒരു ക്ലാസ്, ഒരു പീരീഡ്, അല്ലെങ്കിൽ അവസാനം ഇല്ലെങ്കിൽ ആദ്യമോ, രാവിലെ ആണെങ്കിൽ ഏറ്റവും നന്നായി. അപ്പോൾ റോഡിൻ്റെ കാര്യങ്ങൾ, റോഡിൻ്റെ പിന്നെ നിയമങ്ങളൊക്കെ അവർക്ക് മദ്രസയിലും പഠിപ്പിച്ചു കൊടുക്കണം. അത് മതത്തിൻ്റെ പഠനം മാത്രം മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ട് കാര്യമായില്ല. അവർക്ക് ഇപ്പോൾ കൂടുതൽ റോഡിലാണല്ലോ നമുക്കിപ്പോൾ ആവശ്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും റോഡിലെ നിയമങ്ങളൊക്കെ നമ്മൾ മണ്ണാർക്കാട് എന്ന് മാത്രമല്ല കേരളത്തിലുള്ളവരൊക്കെ മദ്രസയിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് കൂടുതൽ അവർക്കൊരു എന്താ പറയുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുള്ളൂ. അത് എല്ലാവർക്കും ബാധകമാണ്, സ്കൂളും കോളേജും ഒക്കെ ബാധകമാണ്. അല്ല അപ്പോൾ മദ്രസ മാത്രമല്ല നമ്മൾ പറഞ്ഞത്, അത് പൊതുജനങ്ങളും കൂടിയും അത് അറിയും എന്നാണ്. കാരണം കുട്ടികൾ ഇനിയിപ്പോൾ എന്തായാലും മാതാപിതാക്കൾക്ക് ഇപ്പോൾ വിവരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവര് കുട്ടികളെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് ആ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണ്ട. അത് ക്ഷമിക്കാൻ മാത്രമുള്ള ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മതം അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയം, വർഗീയതയും മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. കാരണം വേറൊന്നും കേരളത്തിലില്ല. കേരളത്തിലിപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, എന്താ വ്യഭിചാര കഥകൾ മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇതൊക്കെ കേട്ടിട്ട് കുട്ടികളും അല്ലെങ്കിൽ
അതിൻ്റെ മുതിർന്നവരോ താഴ്ന്നവരൊക്കെ പഠിക്കല്ലോ. അപ്പോൾ പുതുതായിട്ട് ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കിട്ടും. അപ്പോൾ അതൊക്കെയാണോ നമ്മുടെ കേരളത്തിൽ വേണ്ടത്? വിദ്യാഭ്യാസ വകുപ്പൊക്കെ അതാണോ ചെയ്യേണ്ടത്? അപ്പോൾ അത്രയും ഒരു നാറിയ ഭരിക്കണ ആൾക്കാരെ നാറിയ എന്നും പറയാൻ പറ്റില്ല. ഇത് ദുർഗന്ധം വരികയാണ്. ഇപ്പോൾ ഞാൻ കുന്തിപ്പുഴയിൽ നിന്ന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മൊത്തം കാറ്റിന് പോലും ദുർഗന്ധമാണ്. കാരണം അത്രയും വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. ഇതിനൊക്കെ അവസരം കൊടുത്ത ജനങ്ങളെ തന്നെയാണ് ശരിക്കും വെടിവെച്ച് കൊല്ലേണ്ടത്, അല്ലാതെ ഭരണാധികാരികളല്ല. കാരണം ജനങ്ങളെ അവസരം കൊടുക്കും കൊണ്ടല്ലേ നിങ്ങൾ ഈ ദുർഗന്ധത്തിൽ ഇപ്പോഴും നിന്നിട്ട് ജീവിക്കണത്. അപ്പോൾ ഈ ദുർഗന്ധം പരമാവധി വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ഉള്ളിലോ അല്ലല്ലോ, ഇത് പൊതുസമൂഹത്തിലാണല്ലോ ഈ ദുർഗന്ധം വരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ കഴിയില്ലേ? മാറ്റം വരുത്താൻ കഴിയില്ലെങ്കിൽ ഇനി നിങ്ങൾ ചീഞ്ഞ് നാറാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടരാം. എന്താണ് യാത്രകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. നല്ല ഒരു മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു അല്ലേ അത്. ഞാൻ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. അവിടെ രാവിലെ ആയതുകൊണ്ട് ലോറികളും വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്. കാരണം പുലർച്ചെ ആയി വരുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഒക്കെ ഒക്കെ അത്യാവശ്യത്തിന് പോകേണ്ടവരാവും. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാവും, ചിലപ്പോൾ എയർപോർട്ടിലേക്കാവും. അപ്പോൾ നമ്മൾ രാവിലെ എന്നല്ല കേട്ടോ, പിന്നെ എപ്പോഴും എനി ടൈം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതിപ്പോൾ ആളില്ല എന്ന് കരുതി തിരക്കുണ്ടാവില്ല എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാൾ സ്പീഡിൽ നിങ്ങളെക്കാളും വലിയ അത്യാവശ്യത്തിന് പോണ ആൾക്കാർ ഈ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ അവസ്ഥ രാവിലെ ഞാനിപ്പോൾ ഇവിടെ മദ്രസയുടെ കാര്യം പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ആദ്യം സ്കൂളിൽ നിന്നാണ് നമ്മൾ ശരിക്കും റോഡിൻ്റെ നിയമങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതൊന്നും ശരിക്കും നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സമയമുണ്ടായിട്ടും നമ്മൾ ചെയ്യണത് അല്ല. നമ്മളിപ്പോൾ കേൾക്കുന്നത് മൊത്തത്തിൽ ഈ പീഡന കഥകളും അല്ലെങ്കിൽ വ്യഭിചാരത്തിൻ്റെ പുതിയ സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മലയാളിക്ക് ഇനിയിപ്പോൾ പുറത്ത് പോകണ്ട, കേരളത്തിന് പുറത്ത് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. എല്ലാം സർക്കാർ നോക്കുന്നതാണ്. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വൈരം ആയിട്ടുള്ളത് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ കൊണ്ടുള്ള ഒരു സമാധാനം മാത്രമാണ്. കാരണം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതും പറയാൻ പാടില്ല, മറ്റതും പറയാൻ പാടില്ല, മറിച്ചതും പറയാൻ പാടില്ല. നമ്മളെന്താ വെച്ചാൽ കണ്ട് നിന്ന് സഹിച്ച് നിന്ന് ജീവിക്കുക, വേണമെങ്കിൽ ഇവിടുന്ന് പോവുക. അപ്പോൾ സർക്കാർ കൊണ്ടുവന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, അതായത് പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ 17,000 രൂപ ഒരു മാസം വെച്ചിട്ട് നമുക്ക് ശമ്പളം കിട്ടും. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു സൗകര്യം ലോകത്തിൽ ഏതെങ്കിലും ഭരിക്കണ മന്ത്രിമാർ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സൗകര്യം ഒരിക്കലും എവിടെ ഉണ്ടാക്കി കൊടുത്തതായിട്ട് ഓർമ്മയില്ല. അപ്പോൾ വല്ലാത്തൊരു നമ്മുടെ സർക്കാർ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഉയരാൻ അനുവദിക്കുന്ന ജനങ്ങളാണോ ഇനി സ്വന്തം വ്യക്തിത്വമാണോ ഉയരാൻ അനുവദിക്കുന്ന ഏതൊരാളെയും പെണ്ണ് കേസിൽ കൊടുക്കുക. ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിൽ കൊടുത്തിട്ട് അവനെ പരമാവധി ഗർഭം ഉണ്ടെങ്കിൽ ഉണ്ടാതെ ചിത്രത്തിന് അയക്കുക, പിന്നെ ഫോട്ടോസ്റ്റാറ്റിന് അയക്കുക. അങ്ങനെ ഓരോ രീതിയിൽ ഇവർ വൈകുന്നേരത്ത് 2 അടിച്ചിട്ട് എന്താണോ ഇരിക്കുന്നത് അത് വിളിച്ചിട്ട് അങ്ങോട്ട് പറയുക. പിന്നെ രാഷ്ട്രീയമല്ലേ, വാർത്താക്കാർക്ക് പിന്നെ ഇതന്നെയല്ലേ പണി. രാഷ്ട്രീയക്കാരെ കോണകം തിരുമ്പന്നെ പണി ഇവർക്ക്. അപ്പോൾ ഇതിന് മാത്രം വെള്ളം നമ്മുടെ കേരളത്തിൽ ഉണ്ടോയെന്ന് അറിയാത്ത. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജനങ്ങളാണ്, ഇവരെ മേത്തിട്ട് തല്ലാണ്. അപ്പോൾ അത് കാണുന്ന ജനങ്ങൾ എന്ത് ചെയ്യും? നല്ല കമൻറ്റ് എന്ന് എവിടെയുള്ളൂ അല്ലേ. നല്ലതായിട്ട് ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ കാര്യം തന്നെ എടുത്ത് പറയാം. റോഡിലിപ്പോൾ എവിടെയും നല്ലതായി നമ്മളിപ്പോൾ ഡ്രൈവിങ് ചെയ്യണമെന്നല്ല, ലൈൻ ട്രാഫിക് തെറ്റിച്ചിട്ട് റോഡിൻ്റെ റൂൾസ് അനുസരിക്കാതെ എത്ര വാഹനങ്ങൾ പോയിട്ട് അപകടപ്പെടുന്നു.
മരിക്കുന്നുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തെറിയുടെ പൂരാണ്. അപ്പോൾ ഇതാണ് നല്ല കമൻറ്റും നല്ലതൊന്നും നമ്മുടെ കേരളത്തിനില്ല. ഇനി നല്ലത് നമ്മൾ പ്രതീക്ഷിക്കും വേണ്ട. ഇത് നമ്മൾ ചിലപ്പോൾ ഇനി അവസാനത്തെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസാനത്തെ ഒരു എന്താ പറയുക സൂര്യോദയോ അല്ലെങ്കിൽ സൂര്യാസ്തമയമൊക്കെ ആയിട്ടാവും ഇനി കാണുക. നമ്മളൊന്നും ഇനി വലിയ രീതിയിൽ ഇനി ആഗ്രഹങ്ങളില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയില്ലേ. പിന്നെ ഇപ്പോൾ വെറും കളിയും ചിരി എന്ന് പറഞ്ഞാൽ സന്തോഷപ്പെടുത്താനോ അല്ലെങ്കിൽ സന്തോഷപ്പെടാനോ അല്ല. പിന്നെ നമ്മളവിടെ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ടി വരും. ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആകാശത്തിലെ കാർമേഘങ്ങൾ നല്ലതുകൊണ്ട് എന്താ പറയുക മഴ പെയ്യാനായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആരും ശ്രദ്ധിക്കണമെന്നോ ശ്രദ്ധിക്കേണ്ടെന്നോ ഇനി ശ്രദ്ധിച്ച് നടക്കണമെന്നോ അല്ല. ശ്രദ്ധിച്ചിട്ട് നടന്നാലും നമുക്ക് അപകടം പറ്റും. എങ്ങനെ നടന്നാലും നമ്മൾ മരിക്കുന്ന ഒരു ദിവസം. അപ്പോൾ നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനും നമ്മൾ മരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്ററി ഇവിടെ വെച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പറയുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറേ നേരമായി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കുന്നിൻ്റെ മുകളിലാണെന്നാണ്. അപ്പോൾ ഇത് വലിയൊരു കുന്ന് തന്നെ ആയിരുന്നു. പണ്ടൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു കുന്നായിരുന്നു. ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഈ കുന്നിനെ സംബന്ധിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പണ്ട് പ്രേതങ്ങളെ ശല്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പണ്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നുമില്ല. കാരണം വെളിച്ചം വന്നാൽ പിന്നെ എന്ത് യക്ഷി എന്ത് പ്രേതം ഒക്കെ വെറുതെ ജഗതി നന്ദൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറയില്ലേ, അതൊക്കെ മന്ത്രവാദിനികൾ അവരെ സ്വൈരവിഹാരത്തിന് വേണ്ടി നടത്തുന്ന ഓരോ പൊന്നാരാണ് ഈ യക്ഷി പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ. അതേപോലെ തന്നെയാണ്. കാരണം ഈ സർക്കാരിൻ്റെ സ്വൈരവിഹാരത്തിന് വേണ്ടി അവർ സ്വയം മറ്റുള്ള ആൾക്കാർ ഇത് പറഞ്ഞ് പരത്തനാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭചിത്ര കേസും രാഹുൽ മാങ്കൂട്ട് ഒരുപാട് പെണ്ണുങ്ങളെ ഇപ്പോൾ മറ്റേ പരിപാടി എടുത്തുന്നു. ഇതൊക്കെയുള്ള വളരെ ശരിക്കും പറയുകയാണെങ്കിൽ തന്തയില്ലാത്ത എന്നും പറയാൻ പറ്റില്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്ര കാലം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് പറയാത്തത്. ശരിക്കും തന്തയില്ലാത്ത പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വേറൊന്നും പറയാൻ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര അപമാനമായിരുന്നു. കാരണം നമ്മളൊക്കെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ബ്ലഡ് ചെയ്യും, അതേപോലെ അവർ തെറ്റ് ചെയ്യേണ്ടതില്ല എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അത് അങ്ങനെ ഒരു ചിന്ത വേണ്ട കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസശമ്പളത്തിന്, അതായത് ഇവിടുത്തെ IT കമ്പനിയോ അല്ലെങ്കിൽ നമുക്ക് ഗൾഫിലേക്കും കൂടിയും പോകേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഫെസിലിറ്റിയാണ് നമുക്ക് അവിടെ ഉള്ളത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റോഡിലാണെങ്കിൽ 2-3 അല്ലെ വണ്ടിക്കാരായിട്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് അടിപിടി ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. അത് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നല്ല അങ്ങോട്ടും കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ജയിലിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപമാനിക്കപ്പെടേണ്ട ഒരു അവസ്ഥയും കൂടി അല്ല. അപ്പോൾ അത് സർക്കാർ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ന് പറയുന്നില്ല, ജോലി വല്ലതും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെൻട്രൽ ജയിലിൽ പോയിട്ട് ജീവിക്കാം. അതൊക്കെയല്ലേ ഇപ്പോൾ ഈ സർക്കാരിനെ കൊണ്ട് കഴിയുള്ളൂ. കാരണം ലോകത്തിലുള്ള എല്ലാ ഗവൺമെൻറ്റും, എല്ലാ രാജ്യത്തിലുള്ള ഓരോ ഗവൺമെൻറ്റും ഓരോ പൗരനും വേണ്ടിയിട്ട് ഓരോ അവകാശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജനങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾക്ക് മുന്നേറണം, ഞങ്ങൾക്ക് എത്ര ഫെസിലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആവശ്യങ്ങൾ അവിടുത്തെ സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വിദേശത്ത് കൂടുതലും, അതേപോലെ നമ്മുടെ ഈ സ്വദേശത്ത് ഏറ്റവും കുറവാണ്. അപ്പോൾ അവർക്ക് ഉള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടാണ് അവർക്ക് ജനങ്ങളോടുള്ള ഓരോ അവകാശങ്ങൾ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനല്ലേ നമ്മൾക്കിപ്പോൾ പറയാനും ചെയ്യാനും പറ്റുള്ളൂ. നമ്മളെ പട്ടിണിയായിട്ട് എത്രയോ ആളുകൾ മരണക്കണക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ട്. എന്നിരുന്നാലും കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെയാവും. എല്ലാം കൊണ്ടും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അത് കേരളം അങ്ങനെ ആക്കി. അപ്പോൾ ഇതിനൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ നിന്നല്ല പാകിസ്ഥാനിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നാലും നമ്മളവരെ സ്വീകരിച്ച്, നമ്മളവർക്ക് കിണ്ടി വെള്ളം കൊടുത്ത്, നമ്മളവർക്ക് പടി തുറന്നു കൊടുത്ത്, നമ്മളവർക്ക് പൂജ ചെയ്ത്
ഒക്കെ നമ്മൾ അവരെ നമ്മളിവിടെ വളർത്തും. അങ്ങനെ വളർത്തുമ്പോൾ നമുക്ക് ഈ കൊളുത്തിയ കൈകൾ, അതായത് പിന്നെ വെളിച്ചം കത്താനുള്ള തിരി കൊളുത്തിയ കൈകൾക്ക് തന്നെ തീ ആളി പിടിക്കുന്ന അറിയാം. കാരണം അങ്ങനെ നമ്മൾ ആക്കും. ഇതിപ്പോൾ മലയാളത്തിലെ സാഹിത്യം പറയുന്നല്ല, എന്നിരുന്നാലും കുറച്ച് വർഷങ്ങൾ മാത്രം മതി, അല്ല കൂടുതലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഇനിയിപ്പോൾ അങ്ങനത്തെ അത് എല്ലാവരും, അതായത് കോടതി പോലും അംഗീകരിച്ചു ഇത്രേ. നിങ്ങൾ നല്ലൊരു സർക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൈക്കോടതിയോ പിന്നെ ഏതൊക്കെ കോടതി അഭിനന്ദിച്ചിട്ടുണ്ട്. എന്നാലും സർക്കാർ എന്ന് മുന്നേറട്ടെ അല്ലേ. അടുത്ത പ്രാവശ്യം കൂടി ഈ സർക്കാർ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭരണം ഏറ്റെടുക്കണം. അത് പ്രാവശ്യം പിണറായി സർക്കാർ പറഞ്ഞിട്ടുണ്ട് 110 സീറ്റ് ഞങ്ങൾ പിടിക്കുന്നുള്ളത്. 110 നിങ്ങൾ 150, 170 അല്ലെങ്കിൽ 200 സീറ്റ് വരെ നിങ്ങൾ പിടിക്കണം. കാരണം നിങ്ങളുടെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നാട്ടിലൂടെ ഉള്ള റോഡിൻ്റെ അവസ്ഥ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ നാട്ടിലെ റോഡ്, ഉൾറോഡ് ഒക്കെ എന്താ പറയുക, ശരിയാക്കി തരാം, അത് ശരിയാവും, ആ ഫണ്ട് പാസ്സായിട്ടുണ്ട്, അത് അടുത്ത മാസം ഇറങ്ങും എന്നൊക്കെയാണ് ഇവർ പറയാതെ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭരിക്കുന്ന ആൾക്കാർക്കും ആ സ്ഥാനത്തുള്ള ആൾക്കാർക്കും സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയില്ല എന്നാണ് നമുക്ക് കിട്ടിയൊരു അറിവ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് 24 or 25 വർഷം വരെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് അവസാനം അവർ ആ കഷ്ടപ്പെട്ട വ്യക്തി എന്താ പറയുക, പിന്നെ അവർക്ക് വെറുപ്പായി, അവർക്ക് അറപ്പായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. പാർട്ടി അല്ലെങ്കിൽ പാർട്ടി എന്ന് മാത്രമല്ല ഈ ഭരണം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാമല്ല. ഇനി നമുക്ക് നേരെ നാട്ടിലേക്കാണ്. നാട്ടിൽ തന്നെയാണ് കേട്ടോ. എന്നാണ് ഞാൻ റോഡിൻ്റെ അവസ്ഥ കാണിച്ചു തരുന്നത്.